Boche Gold and Diamonds. Buy now, pay later. അധ്യയന വർഷാരംഭത്തിന് മുന്നോടിയായി താലൂക്കിൽ സ്കൂൾ വാഹനങ്ങളുടെ ആദ്യഘട്ട പരിശോധന പൂർത്തിയായി. 28 വാഹനങ്ങൾക്ക് സർവീസ് നടത്താൻ അനുമതി നൽകി. ന്യൂനതകൾ കണ്ടെത്തിയതിനെ തുടർന്ന് 9 വാഹനങ്ങളെ ഇവ പരിഹരിക്കാൻ നിർദ്ദേശിച്ച് തിരിച്ചയച്ചു. സ്പീഡ് ഗവർണർ, GPS എന്നിവ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തതും ചക്രങ്ങളുടെ അവസ്ഥയും പരിഗണിച്ചാണ് 9 വാഹനങ്ങളെ തിരിച്ചയച്ചത്. ചിനക്കത്തൂർക്കാവ് മൈതാനിയിൽ പ്രത്യേക ക്യാമ്പ് നടത്തിയാണ് സ്കൂൾ ബസ്സുകളുടെ ആദ്യഘട്ട പരിശോധന പൂർത്തിയാക്കിയത്. സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് സ്കൂളുകളിലെ വാഹനങ്ങൾ പരിശോധനയ്ക്കെത്തി. വാഹനത്തിന്റെ പൊതുവായ പ്രവർത്തനക്ഷമത, പ്രഥമ ശുശ്രൂഷ കിറ്റ്, അഗ്നിശമന ഉപാധികൾ എന്നിവ പരിശോധിച്ചു. സർവീസ് നടത്താൻ അനുമതി നൽകി 28 വാഹനങ്ങളിൽ ചെക്ക്ഡ് ഓക്കെ സ്റ്റിക്കർ പതിച്ചു നൽകി. രണ്ടാം ഘട്ട പരിശോധന ചെറുപ്പളശ്ശേരി ശബരി സെൻട്രൽ സ്കൂളിൽ 20-നും നടക്കും. പിന്നീട് പതിവ് വാഹന ഫിറ്റ്നസ് പരിശോധനയ്ക്കൊപ്പവും സ്കൂൾ വാഹനങ്ങളെ പരിഗണിക്കും. ഇനി ഡ്രൈവർമാർക്കും അറ്റൻഡർമാർക്കും പ്രത്യേക പരിശീലന ക്ലാസും നടത്തും. വിദ്യാവാഹന ആപ്പിൽ രജിസ്റ്റർ ഉണ്ടാവണം. സ്പീഡ് ഗവർണർ പ്രവർത്തനക്ഷമമാണോ നോക്കുക. അതുപോലെ GPS ലൊക്കേഷനൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. അതുപോലെ ജനറലായിട്ടുള്ള മറ്റു പരിശോധനകളും കൂടെയാണ് നമ്മളോട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പരിശോധനകൾ തൃപ്തികരമായ വാഹനങ്ങൾക്ക്, തൃപ്തികരമെന്ന് കണ്ടെത്തുന്ന വാഹനങ്ങൾക്ക് നമ്മൾ ഇവിടെ തന്നെ സ്റ്റിക്കർ നൽകുന്നുണ്ട്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.